വന്യജീവി ആക്രമണവും കാർഷിക ഭൂപ്രശ്നങ്ങളും പരിഹരിക്കാത്തതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ഇടുക്കി രൂപത. ശാശ്വത പരിഹാരമുണ്ടാകും വരെ സമരരംഗത്തുണ്ടാകുമെന്നാണ് സഭയുടെ മുന്നറിയിപ്പ്. പ്രത്യക്ഷ സമരത്തിന്റെ ഭാഗമായി കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനരോക്ഷമിരമ്പി. ഇടുക്കിയിലെ കർഷകരുടെ ജീവിതം ദുസ്സഹമായിട്ടും കേവലം വാഗ്ദാനങ്ങൾക്കുമപ്പുറം സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കനത്ത ചൂടിനെയും അവഗണിച്ച് പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നത് 100-ലധികം ആളുകൾ. രാവിലെ 10-ന് പൈനാവിൽ നിന്നും ജില്ലാ കളക്ടറേറ്റിലേക്ക് ആരംഭിച്ച കർഷക പ്രതിഷേധ മാർച്ച് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിനൂർ ജോസ് കരുവേലിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രതീക്ഷയറ്റവരുടെ നീതിക്കായുള്ള സമരത്തിനാണ് ഇടുക്കി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നതെന്നും അവസാന ശ്വാസം വരെയും ഇടുക്കി രൂപത ഈ നാട്ടിലെ മലയോര ജനതയ്ക്കൊപ്പമുണ്ടാകുമെന്നും ഇടുക്കി രൂപത മിത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പ്രതിഷേധ സമ്മേളനത്തിൽ പറഞ്ഞു. കാലാകാലങ്ങളായി പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജും വന്യജീവി ശല്യ പ്രതിരോധ പ്രവർത്തനങ്ങളും പേരിന് മാത്രമായെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ആദിവാസികളുടെയും കർഷകരുടെയും എല്ലാം ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന നിയമ സംവിധാനങ്ങളാണോ, സർക്കാർ സംവിധാനങ്ങളാണോ നമ്മുടെ നാട്ടിൽ ഭരണം നിർവഹിക്കുന്നത്? നമ്മുടെ ജില്ലാ കളക്ടറുടെ സമ്മേളനത്തിൽ സൂചിപ്പിച്ച കാര്യം ശ്രീ ജോർജ് ഗോയ്ക്കിൻ ഇവിടെ പറയുകയുണ്ടായി. അത് പത്രമാധ്യമങ്ങൾ അച്ചടിച്ചു വന്നതാണ്. മൃഗങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ച് ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഉണ്ടായിരുന്ന മീറ്റിംഗിലാണ് നമ്മുടെ ജില്ലാ കളക്ടർ സൂചിപ്പിച്ചത്. ഈ മൃഗങ്ങൾ അധിവസിക്കുന്നത് കാട്ടിലല്ലേ? ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് മാറി മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ നിയമങ്ങൾ ഉപയോഗിച്ച് ഈ മൃഗങ്ങളെ കാട്ടിലേക്ക് തന്നെ തുരത്തുന്നില്ല? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഇടുക്കി രൂപത അവസാന ശ്വാസം വരെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഉണ്ടാകും, സമരരംഗത്തുണ്ടാകും. സർക്കാരിന്റെ മുന്നിൽ, ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ രൂപതയുടെ പ്രശ്നമാണ്. നിങ്ങളാണ് ഈ രൂപത. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി പ്രതിബദ്ധരായിട്ടുള്ളവരാണ് ഇവിടുത്തെ കത്തോലിക്ക രൂപത. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നു ചേരണം, നമ്മുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. നിങ്ങൾ ഈ പൊരിവെയിലിനെ അവഗണിച്ചുകൊണ്ട് ഈ കൃഷിപ്പണികൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കളക്ടറേറ്റിലേക്ക്, ഇടുക്കി ജില്ലാ കളക്ടറേറ്റ് കടന്നു വന്ന വലിയൊരു സൂചനയാണ്. മലയോര ജനതയുടെ സമാധാനം നശിപ്പിക്കുന്ന കുറെ വാളുകൾ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്നും കുടിയേറിയ നാളു മുതൽ സ്വന്തമാക്കിയ ഭൂമിയിൽ നിൽക്കാനാവാതെ നാട് വിട്ടുപോവേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഇത്രയും അനീതി തുടരുമ്പോൾ മലയോര ജനതയ്ക്ക് പ്രതികരിക്കാനാവില്ല എന്നും നീതി കിട്ടും വരെ പോരാടുമെന്നും മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യവേ മോൺസിനൂർ ജോസ് കരുവേലിക്കൽ പറഞ്ഞു. വിവിധ നിയമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനത്തിലൂടെ പട്ടയം നിഷേധിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്യുമ്പോൾ അതാണ് 4 താലൂക്കുകളിലെ ജനങ്ങൾ 15,000-ഓളം വരുന്ന കുടുംബങ്ങളുടെ ജീവിതമാണ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുക. അതൊരു വാർഡ് തന്നെയല്ലേ? അതോടൊപ്പം തന്നെ നമുക്കറിയാം, വന്യജീവി ആക്രമണം, ഗ്രോ മോർ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ജനതയെ ഹൈറേഞ്ചിലേക്ക് കുടികയറ്റി അവിടെ കുടിയിരുത്തി ജീവിത സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് കൃഷി വിഭവങ്ങൾ വർദ്ധിപ്പിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങിയ ജനങ്ങളെ പുറത്താക്കുവാൻ വേണ്ടിയിട്ട് ഗ്രോ മോർ ആനിമൽസ് എന്ന രീതിയിൽ പരമാവധി വന്യമൃഗങ്ങളെ വളർത്തി സാധാരണക്കാരെ പുറത്തേക്ക് തള്ളിവിടുവാനുള്ള ഗവൺമെന്റിന്റെ വനപാലകരുടെ നിഗൂഢമായ നീക്കവും ഒരു വാട് പോലെ തന്നെയാണ് മലയോര കർഷകർ കാണുക. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരെ പോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മനുഷ്യരെ പോലെ അല്ലാതെ കൊണ്ട് എങ്ങനെയെങ്കിലും മനുഷ്യരെ ഈ പ്രദേശത്ത് പുറത്തിയാടിക്കുവാൻ വേണ്ടി പ്രകൃതി സ്നേഹത്തിന്റെ പേരിൽ വിവിധങ്ങളായ നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന ആ ശ്രമവും ഒരിക്കലും മനുഷ്യോചിതമല്ലാതെ കൊണ്ട് മനുഷ്യരാണെന്ന് ചിന്തിക്കാതിരിക്കത്ത രീതിയിൽ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവർക്ക് നേതൃത്വം നടക്കുന്ന നടപടികളുമൊക്കെ ഈ ജനതയുടെ മനസാന്നിധ്യവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. കേരള ലാൻഡ് അസൈൻമെന്റ് റൂൾ ബില്ല് കേരള നിയമസഭ 2023 പാസ്സാക്കി. എല്ലാം ശരിയാക്കാമെന്നുള്ള വാഗ്ദാനം രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് നൽകി. നിർമ്മാണ പ്രവർത്തനം അനുവദിക്കും. ബില്ല് പാസ്സാക്കി കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ചട്ടവും റൂളും ഉണ്ടാകണം. ചട്ടവും റൂളും ഉണ്ടാക്കുവാനായിട്ട്
20 മാസങ്ങൾ കഴിഞ്ഞിട്ടും സാധിക്കാതെ പോയ ഗവൺമെന്റ് ഇവിടുത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ടാകാം. എങ്ങനെയെങ്കിലും വളച്ചുകൂട്ടി കുറെ ഉത്തരവുണ്ടാക്കി ചട്ടവും റൂളുണ്ടാക്കി ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ, എന്നാൽ ഒരു ഉപകാരം ലഭിക്കാത്ത രീതിയിലുള്ള ചട്ടങ്ങൾ വരെയുന്ന ഈ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് മുമ്പിലുള്ള വാളായിട്ട് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായി മാറുകയാണ്. നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന മുല്ലപ്പെരിയാറും നമുക്ക് മറന്നു പോകാവുന്ന ഒരു യാഥാർത്ഥ്യമല്ല. ഈ ജനത അതിൻ്റെ ഭേദതയിലാണ് കടന്നു പോവുക. എംപവർ കമ്മിറ്റി എന്ന് വന്നിട്ട് സ്ട്രക്ചറലി ഹൈഡ്രോളിക്കലി ഫിറ്റാണ് ഡാമെന്ന് പറഞ്ഞു. എന്താണ് ജലശാസ്ത്രപരമായിട്ട് ഘടനാപരമായിട്ട് ഡാം ഫിറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മയക്കാൻ കിടത്തുമ്പോൾ റിയലിസ്റ്റിക്കലി യാഥാർത്ഥ്യത്തിൽ അത് ഫിറ്റാണോ എന്ന് പറയാൻ തയ്യാറാകാതെ കൊണ്ട് ഭീതിയുടെ ഭീകരതയുടെ അസ്വസ്ഥതയിൽ ഈ ജനതയെ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും ഇനി അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടം നടത്താതിരിക്കാൻ ഹൈറേഞ്ച് ജനതയ്ക്ക് സാധിക്കത്തില്ല, മലയോര ജനതയ്ക്ക് സാധിക്കത്തില്ല. ഈ ഒരു തിരിച്ചറിവാണ് വിവിധങ്ങളായ നിയമനിർമ്മാണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സാധാരണ ജനജീവിതം അസ്വസ്ഥമാക്കുന്ന ഈ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുക ഇടുക്കി രൂപതയുടെ AKC സമുദായ സംഘടനയായ AKCC ആണ്. ഗതികേടിൽ നിന്നുള്ള സമരമാണിതെന്നും ഇടുക്കി രൂപത ഇന്നും മലയോര ജനതയുടെ കൂടെയാണെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നില്ല എന്നും വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ എന്ന നിലയിൽ ചോദിക്കാനുള്ള കടമ ഞങ്ങൾക്കുണ്ടെന്നും അത് നേരിട്ട് ചോദിക്കാനാണ് ഞങ്ങളുടെ മാർച്ചെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട് കൂട്ടിച്ചേർത്തു. ഇത് മനുഷ്യന്റെ ഗതികേടിൽ നിന്നുള്ള സമരമാണ്. കഴിഞ്ഞ നാളുകളിൽ സർക്കാരുകൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് സർക്കാർ നടത്തുന്ന ഈ വലിയ നിഷ്ക്രിയത്വം അത് ജനങ്ങളെ വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സമാധാനപൂർവ്വം ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ ഈ സർക്കാർ നടത്തുന്ന മെല്ലപ്പോക്കിനെതിരെ, അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെ കർഷകർ നടത്തുന്ന സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി രൂപത ഇവിടുത്തെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ എല്ലാ കാലത്തും ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളിൽ ഹൈറേഞ്ചിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഈ രൂപത സ്ഥാപിതമായ അന്നു തൊട്ട് ഇവിടെയുള്ള കാർഷിക വിഷയങ്ങളിൽ രൂപത വ്യക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിലും ഈ രൂപതയുടെ അജഗണങ്ങൾ എന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് വസിക്കുന്ന ആളുകളുടെ പൊതുവായ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപതാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടി നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപത മിത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് സമുദായ നേതാക്കളുമായി കൂടിയാലോചിച്ച് ഫലപ്രദമായി നടപ്പാക്കണമെന്ന നിർദ്ദേശവും സമ്മേളനത്തിൽ രൂപത മുന്നോട്ട് വെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടിയാലോചനകൾക്ക് ശേഷം നിലപാട് സ്വീകരിക്കുമെന്ന സൂചനയും സഭാ നേതൃത്വം നൽകി. മലയോര ജനതയുടെ നീതിക്ക് വേണ്ടി ഏത് പോരാട്ടത്തിനും കൂടെയുണ്ടാകുമെന്ന് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. അവനവൻ അർഹമായ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളിൽ സ്വർഗം കൂടെയുണ്ട്, പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന സുവിശേഷത്തിന്റെ വായനകളിൽ നിന്നും ശക്തിയാർജിച്ച പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികൾ, സീറോ മലബാർ ക്രിസ്ത്യാനികൾ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ സമര പോരാട്ടങ്ങളിൽ അണിചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ ജനതയ്ക്ക് മോചനത്തിന് വേണ്ടിയുള്ള ഏത് സമര പോരാട്ടങ്ങളിലും കത്തോലിക്ക കോൺഗ്രസ് സജീവമായി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുവാൻ, ആ പോരാട്ടങ്ങളിൽ നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും അവസാനമായി വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ഒരു പരിഷ്കൃത സമൂഹത്തിൽ 100% സാക്ഷരത നേടിയ കേരളത്തിന്റെ മക്കളാണ് നമ്മളെന്ന് പറയാൻ ലജ്ജയാണ് പ്രിയപ്പെട്ടവരെ, ലജ്ജ. ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഹീനമായ വന്യമൃഗാക്രമണ കൊലകളാണ് ഇവിടെ നടക്കുന്നത്. 2016 മുതൽ 2024 വരെ സർക്കാർ പ്രസിദ്ധീകരിച്ച കണക്കിൽ മാത്രം 906 മനുഷ്യജീവനുകൾ വന്യമൃഗങ്ങൾ കവർന്നെടുത്തു. 4758 കുടുംബങ്ങൾ അന്യാധീനമായി, ആയിരക്കണക്കിന് ആളുകൾ അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ട അനാഥരായി, ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട് വിധവകളായവരും വൈധവ്യം നേരിടുന്നവരുമായി പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ കൃഷിയിടങ്ങളുടെ സ്വപ്നങ്ങൾ നശിച്ച് ഒന്നുമില്ലാതെ അർത്ഥപട്ടിണിയിലേക്കും നിത്യശൈലിയിലേക്കും ഒക്കെ മാറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കാരണം പറയുന്ന മുടന്ത ന്യായമാണ് ഇനിയും ശശീന്ദ്രന് പറയാനുള്ളത് എങ്കിൽ
കേരളത്തിലെ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് പകലന്തിയോളം പാടത്ത് പറമ്പത്ത് പണിശാലകളിൽ ഈ മലമേടുകളിൽ പണിയെടുക്കുന്ന കർഷകർക്ക് മുഖ്യമന്ത്രി നിങ്ങളോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. അത് ഒന്നിനും കൊള്ളില്ല എങ്കിൽ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം തന്റെ ഇടം നിങ്ങൾ കാണിക്കണമെന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്, ഇടുക്കിയുടെ മണ്ണിൽ ഇനിയൊരു ആക്രമണ കൊല കൂടി ഉണ്ടായാൽ ആ കൊലയുടെ ഉത്തരവാദിത്തം വനപാലകരിൽ, ആ പ്രദേശത്തിന്റെ അധീനതയുള്ള ഉത്തരവാദിത്തമുള്ള വനപാലകരിൽ സ്ഥാപിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമില്ല എന്ന് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഞങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് തെളിയിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സമരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച കർഷകർ ഷെക്കിന ന്യൂസിന് നൽകിയ പ്രതികരണങ്ങളിലേക്ക്. പന്നിയായിട്ടും കടുവായിട്ടും കരടിയായിട്ടും മനുഷ്യനെ കടിച്ച് പറിക്കുക, ആ കൂട്ടത്തിൽ കൃഷി മുഴുവൻ നശിപ്പിക്കുക. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ഈ സമരം കൊണ്ടൊന്നും വിജയിക്കുകയില്ല. എങ്കിലും നമ്മുടെ പ്രതിഷേധം അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്രയും തലമുതിർന്ന ഒരു കർഷകനായിട്ട് ചോദിക്കുക, ചേട്ടനൊക്കെ കുടിയേറിയ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്നത്തേക്കാൾ രൂക്ഷമാണോ ഇത് പ്രശ്നങ്ങൾ? അന്നത്തെ മൃഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭരണ സർക്കാരിനേക്കാളും മെച്ചമായിരുന്നു. അതിന് മനസ്സിലാകുമായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ. ഇന്നത്തെ സർക്കാരിനായത് മനസ്സിലാകാത്ത. കൃഷിക്കാരിവിടെ ജീവിക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവും ഇന്നത്തെ സർക്കാരിനില്ല. അപ്പോൾ വന്യമൃഗാക്രമണങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരുകൾ സ്വീകരിക്കുന്നില്ല. സർക്കാർ സ്വീകരിക്കുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഞാൻ ജനിച്ചതാണ്. അന്ന് മുതൽ കൃഷിപ്പണി ചെയ്യുന്ന ഇന്ന് കൃഷിക്കാർക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കൃഷി ചെയ്തിട്ട് ഉപജീവനമാർഗം കാണാം. ഒരു രൂപയ്ക്ക് പോലും സാമ്പത്തികമായിട്ട് വരുമാനമാർഗമില്ല. വന്യമൃഗങ്ങൾക്കാണ്. മനുഷ്യന് 3-ാം സ്ഥാനമേ ഉള്ളൂ. 1-ാം സ്ഥാനം വന്യമൃഗങ്ങൾക്കും, 2-ാം സ്ഥാനം തെരുവുനായ്ക്ക്, 3-ാം സ്ഥാനം മനുഷ്യനുള്ളൂ, കൃഷിക്കാരനുള്ളൂ. എല്ലാ മനുഷ്യർക്കും 4 നേരവും ഭക്ഷണം കഴിക്കണം. ഈ ലോകത്തിലുള്ള മുഴുവൻ പേരും ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരെ എവിടെ നിന്ന് എന്തെടുത്ത് കഴിക്കും? ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാ മനുഷ്യരും 1 മണിക്കൂർ സമയങ്ങളിൽ ഒരു ദിവസത്തിൽ കൃഷിപ്പണി ചെയ്യണം. ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും മാർപ്പാപ്പ ആണെങ്കിലും മെത്രാനാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങളുടെ അവകാശങ്ങളൊക്കെ ഞങ്ങൾക്ക് നേടിത്തരണം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനും ജീവിക്കാനുമുള്ള അധികാരം തരണം. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ മാറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചേച്ചിയൊക്കെ കുടിയേറിയ ഒരു കാലഘട്ടത്തിലുള്ള വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ രൂക്ഷമായ ഒരു വന്യമൃഗ ആക്രമണം ഇപ്പോൾ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. ജീവൻ തന്നെ എത്രയോ അപകടത്തിലാകുന്നു. എത്രയോ പേരുടെ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും വെളിയിലിറങ്ങി. അതിനെയൊക്കെ സർക്കാർ തടയാനായിട്ടുള്ള മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമ്മേളനത്തിൽ ഫ്രാൻസിസ് ഇടവക്കണ്ടം സമരസന്ദേശം നൽകി. സിജോ ഇലന്തൂർ, രൂപതാ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുടി, ബിനോയ് കെയു, ഫാദർ ജോസ് സിറ്റാടിയിൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, KCYM രൂപതാ പ്രസിഡന്റ് സാം മാത്യു, CML രൂപതാ പ്രസിഡന്റ് ജെസിൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു. പൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് രൂപതയിലെ വൈദികരും 100 കണക്കിന് കർഷകരും സമരത്തിൽ പങ്കാളികളായി. സർക്കാർ അനാസ തുടർന്നാൽ ഇനിയും ശക്തമായ സമര പരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും രൂപത അറിയിച്ചു. ഷെക്കിന ന്യൂസ്, ഇടുക്കി.